നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാറിന് വഴി നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പിടിച്ചുമാറ്റാനെത്തിയ ആളെ മർദ്ദിച്ചവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പേവിഷബാധയ്ക്കെതിരെ നടപടികൾ ആരംഭിച്ചു. തീരമണ്ണിൽ വിജയഗാഥ. കംബോഡിയൻ മുന്തിരി വിളയിച്ച് കയ്പമംഗലം സ്വദേശി നാസർ. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. കാറിന് ബൈക്കുകാരൻ വഴി കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ടയാളെ ക്രൂരമായി ആക്രമിച്ച കേസിലെ 2 പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂർ സ്വദേശി തട്ടുപറമ്പിൽ ചിന്മയ്, പത്താങ്കല്ല് സ്വദേശി വലിയകത്ത് വീട്ടിൽ സഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 17-ന് രാത്രി 10 മണിയോടെ മുറ്റിച്ചൂർ വാട്ടർ കിയോസ്കിന് സമീപത്തായിരുന്നു സംഭവം. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിന് ഒരു ബൈക്ക് യാത്രക്കാരൻ സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് തർക്കവും ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. ഇത് കണ്ട് പിടിച്ചുമാറ്റാൻ ചെന്ന മുറ്റിച്ചൂർ സ്വദേശി വന്നേരി വീട്ടിൽ സതീഷിനാണ് മർദ്ദനമേറ്റത്. സതീഷിനെ പ്രതികൾ കൈകൊണ്ടും ഇടിവള കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായ ചിന്മയ് വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലെയും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI എബിൻ, SI അമൽരാജ്, CPO അമൽരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നാട്ടിക ചേർക്കരയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർക്കര മാഡ്ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. മങ്ങിപ്പോയ കാഴ്ചകൾ തെളിയുമ്പോൾ മാഞ്ഞുപോയ സ്വപ്നങ്ങളും തിരിച്ചു വരട്ടെ എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് നടത്തിയത്. നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ ചേർക്കരയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. നേത്രപരിശോധന, തിമിര നിർണയം ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാക്കി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP സോമൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VS പ്രണവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 7ാം വാർഡ് മെമ്പർ രജനി ബാബു, 6ാം വാർഡ് മെമ്പർ PC മണികണ്ഠൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ നന്ദിനിക്കുട്ടി PS, അജയ് ഘോഷ് AR, അമൽ ധർമ്മരത്നം എന്നിവർ സംസാരിച്ചു. നാട്ടികയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓണക്കോടി വിതരണം ചെയ്തു. 5ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കും ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കുമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ് ഓണക്കോടി സമ്മാനിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഓണക്കോടി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം നമുക്കറിയാം, ജാതി മത ഭേദമന്യേ എല്ലാ മലയാളികളും, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന മലയാളികളുടെ മഹോത്സവമാണ്. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. ആ സമൃദ്ധിയുടെ ഉത്സവം സമ്പൽ സമൃദ്ധമാക്കാൻ എല്ലാ തലത്തിലും കൂട്ടായൊരു പ്രയത്നം നാട് മുഴുവൻ ഒന്നാകെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാകുകയാണ് 5ാം വാർഡ് മെമ്പറും 5ാം വാർഡിലെ നമ്മളെല്ലാവരും. വാർഡ് മെമ്പർമാരായ PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, MB വിമൽകുമാർ, ET സോജൻ, KS ദിവാകരൻ, സുധി ആലയ്ക്കൽ, റസൽ നാട്ടിക, CR രാജൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട നബീസ സിറാജുദ്ദീന് ആദരവുമായി കർഷക കോൺഗ്രസ്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജൻ ഇയാനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൃഷിയിടം സന്ദർശിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് ഉപഹാരം സമർപ്പിച്ചു. ഈ കൊട്ടാരപ്പറമ്പും പരിസരവുമൊക്കെ എൻ്റെ ബാല്യകാലത്ത് രാത്രി ഇവിടെ നിന്നൊക്കെ രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കൊക്കെയാണ് ഇവിടെ കൂട്ടുകാരും ഒക്കെയായി വർത്തമാനം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നബീസത്തെ നമ്മുടെ പഴയ 30-35 വർഷമായിട്ട് അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ ആണ്. പട്ടാട്ട് എന്ന് പറഞ്ഞാൽ പട്ടാട്ട് കുടുംബവും നമ്മളൊക്കെ ആയിട്ടുള്ള വലിയ അടുപ്പം വളരുന്നുണ്ട്. ഇത്താക്ക് ഈ അന്തിക്കാട് പഞ്ചായത്തിലെ ഏറ്റവും നല്ല വനിതാ കർഷകർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടി ഈ ഔദ്യോഗികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി.
കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഇ രമേശൻ, സുധീർ പാടൂർ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് എന്നിവർ സംസാരിച്ചു. പച്ചക്കറികളെല്ലാതും അതിൻ്റെ പുറമെ കുറുന്തോട്ടി, അതിൻ്റെ പിന്നെ അടയ്ക്കാമരം, തെങ്ങ്, പ്ലാവ്, എല്ലാ വക സാധനങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. തെങ്ങിൽ നിന്നുള്ള വരുമാനമുണ്ട്, അടയ്ക്കാരത്തിൽ നിന്നുള്ള വരുമാനമുണ്ട്, കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങളുണ്ട്. ഈ വരുമാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഉപജീവിതം കഴിഞ്ഞ് അല്പം ബാക്കിയേ വരുന്നുള്ളൂ. ഒരിക്കലും പോരാണ്ട് വരില്ല. ഞങ്ങളുടെ കഠിനാധ്വാനമാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വിഷമതകളുള്ളവരാണ് ഇന്ന കാലത്ത്. പക്ഷേ ഞങ്ങൾക്ക് ആ വിഷമതകളെല്ലാം നീക്കുന്നത് ഈ കൃഷിയിൽ നിന്നിട്ട് മാത്രമാണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് പറമ്പിൽ പണിക്ക് വരും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 11 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. രണ്ടാമത് വീണ്ടും വരും. ഞങ്ങൾ എല്ലാ സമയവും കൃഷിയില്ല. കൃഷി ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു പരാജയം സൃഷ്ടിച്ചിട്ടില്ല. ലാഭകരമായിട്ട് മാത്രമേ ഇതിൽ പോകുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. KSKTU ചേർപ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പഴുവിൽ നടന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആദ്യമായിട്ടെടുത്തുള്ള തീരുമാനം തന്നെ ഈ പാവപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അവൻ മൃഗസമാനമായ ജീവിതം നയിക്കേണ്ടവനല്ല, കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവനല്ല, അവന് അവകാശബോധമുള്ളവരാക്കി മാറ്റുവാൻ, തൻ്റെടികളാക്കി മാറ്റുവാൻ അവരൊരു തുണ്ട് ഭൂമി ഉണ്ടാക്കി കൊടുക്കണം. അതുവരെ എന്തായിരുന്നു ഇവിടുത്തെ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം? സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയില്ല. തമ്പുരാന്റെ കാര്യസ്ഥൻ തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുന്ന കാട്ടുപറമ്പിൽ പോയി കൂര വെച്ച് ആ കാട്ടുപറമ്പ് കൃഷിഭൂമിയാക്കി കഴിഞ്ഞാൽ തമ്പുരാന്റെ കാര്യസ്ഥൻ പറയും, ചാത്താക്കോര നീ അടുത്ത പറമ്പിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ അവൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവന് ഭക്ഷിക്കാൻ യോഗമില്ലാതെ തൊട്ടടുത്ത കാട്ടുപറമ്പ് നോക്കി പോകുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അവന് സ്വന്തമായൊരു ഭൂമി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ ഭരണാധികാരികൾ തീരുമാനമെടുക്കുന്നത്. എന്തു വേണം? അതുവരെ ഭൂമികളൊക്കെ കേന്ദ്രീകരിക്കുന്നത് സവർണ മേധാവികളുടെ കൈകളിലാണ്, ഭൂപ്രമാണിമാരുടെ കൈകളിലാണ്. ആ ഭൂകേന്ദ്രീകരണം എന്നുള്ളത് മാറ്റിക്കൊണ്ട് ഭൂമിയെ വികേന്ദ്രീകരിച്ച് വിഭജിച്ച് പാവപ്പെട്ടവനൊരു തുണ്ട് ഭൂമി കൊടുത്താലല്ലാതെ ഇത്തരത്തിലുള്ള മൃഗസമാനമായ ജീവിതം അവസാനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്ര ഭൂപരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് MB മുകേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിജി മോഹൻദാസ്, ഏരിയ സെക്രട്ടറി KC രമേശ്, സംഘാടക സമിതി ചെയർമാൻ CA ശങ്കരൻ, കോമളം രാജൻ, NN ജോഷി, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TG വിനയൻ, TM ഷംസുദ്ദീൻ, ബിന്ദു വിനോദ്, തങ്കമണി ശശിധരൻ, രജനി ഹരിഹരൻ, KS സുരേഷ്, KS ഷൈജു, KV ഭക്തവത്സലൻ എന്നിവർ നേതൃത്വം നൽകി. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി എടമുട്ടം സർദാർ സ്മാരകത്തിൽ കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, CPI സെക്രട്ടേറിയറ്റ് മെമ്പർ AG സുഭാഷ്, VR മോഹൻദാസ്, ഹിരൺ KV, ഹരിദാസ് പനക്കൽ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഇന്ദുലാൽ KC, സുരേഷ് വളപ്പിൽ, ദിൽജിത്ത്, പ്രജീഷ് കൊല്ലാറ, ഷാജി കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ടപാതയിൽ സംഘടിക്കാം, കരുത്തരാകാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ടപാതയിൽ സംഘടിക്കാം, കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടത്തി. മൂന്നുപീടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവാസി സംഗമം പ്രവാസി ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VH ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PA മുജീബ് റഹ്മാൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ, പഞ്ചായത്ത് ട്രഷറർ KU അഷ്റഫ്,
ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി PM സൈനുദ്ദീൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA നൂറുദ്ദീൻ, ജനറൽ സെക്രട്ടറി TM മൻസൂർ, വനിതാ ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി സൽമ മാഹിൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിദ സാജുദ്ദീൻ, പ്രവാസി ലീഗ് നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റ് നൌഷാദ് ചാമക്കാല, യൂത്ത് ലീഗ് നിയോജകമണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി PA അബ്ദുൽ ജലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി, പ്രവാസി ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് MB അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. പ്രവാസി ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായി പ്രസിഡന്റ് MB അബ്ദുൽ സലാം, ജനറൽ സെക്രട്ടറി PA സാജുദ്ദീൻ, ട്രഷറർ PS ബഷീർ എന്നിവരെ സംഗമം തെരഞ്ഞെടുത്തു. കയ്പമംഗലം കാളമുറി കിഴക്ക് വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി ശ്രീജിത്ത് അധ്യക്ഷയായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, SI ജയകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, ട്രഷറർ PV ഇബ്രാഹിം, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് TS മുബാറക്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ്, സിദ്ദിഖ് ഹാഫ് മൂൺ, KN സജീവൻ, വിജയകുമാർ, സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകൾ പ്രദാനം ചെയ്യുന്നതാണ് ഓണവുമായി ബന്ധപ്പെട്ട അനുബന്ധമായ പരിപാടികളെല്ലാം തന്നെ നമുക്ക് കൂടിയിരിക്കാനും കൂട്ടായി ഒരുമിച്ച് കലാ സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഇടപെടാനും ഒക്കെ വരുന്ന ഏറ്റവും നല്ല അവസരം. നമ്മളാണെന്നുണ്ടെങ്കിൽ തിരുവോണത്തിന് അതിൻ്റെ സങ്കല്പത്തിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നാടിനെ ഒന്നായി കാണാൻ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നാളെ നല്ലൊരു ലോകമുണ്ട് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വപ്നം കാണാം. ഇത് ഇന്നലകളിൽ ഒരു നല്ല സമത്വസുന്ദരമായൊരു ഭരണവും നാടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓണത്തിന്റെ വലിയ സങ്കല്പം. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷിക പൊതുയോഗം വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ നശിപ്പിക്കാം, കാർഷിക വിളകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബൈജു KS, സിജി സഞ്ജയൻ, ഉല്ലാസ് KS എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളായി രാജൻ പട്ടാട്ട് പ്രസിഡന്റ്, ബൈജു KS സെക്രട്ടറി, CG സുധീർ ട്രഷറർ, സിജി സഞ്ജയൻ ജോയിന്റ് സെക്രട്ടറി, ഗ്രീഷ്മ ദിലീപ് വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റിന്റെയും മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെയും നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടത്തിയ ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിബ ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽ ഖാദർ ഭക്ഷണ വിതരണ മേഖലയിലെ ശുചിത്വ പരിപാലനത്തെ സംബന്ധിച്ച് യൂണിറ്റ് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. നാട്ടിക നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ഷാജഹാൻ NK മുഖ്യാതിഥിയായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി RA മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി റിഹാസ് MA, വനിതാ വിംഗ് പ്രസിഡന്റ് സീനത്ത് VM, സെക്രട്ടറി മെഹറുനിസ ഷബീർ, ട്രഷറർ ലിൻസ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രേംലാൽ, ഭാരവാഹികളായ കൈരളി തിലകൻ, ജിജോ ജോർജ്, സുനിൽകുമാർ, മനോജ് കരിപ്പാടത്ത്, മനോജ് ട്രയാങ്കിൾ, ട്രഷറർ ശ്രീരാജ് എന്നിവർ സംബന്ധിച്ചു. ടെക്നീഷ്യന്മാരായ ശ്രീലക്ഷ്മി KS, പ്രവീണ സജികുമാർ, ബിൻസി BA എന്നിവർ മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പിന് നേതൃത്വം നൽകി. മണലൂർ സർവീസ് സഹകരണ ബാങ്ക് കാഞ്ഞാണി സെന്ററിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം CR ഗിരിജാവല്ലഭൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് VG രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സെക്രട്ടറി PJ ബീന, ഭരണസമിതി അംഗങ്ങളായ TN രാജേഷ്, TR ഉദയഭാനു, TD ജോസ്, PJ ജോഷി, TB ശാരി, ഗ്രീഷ്മ കിഷോർ, ശോഭിക രവീന്ദ്രൻ, നൈജി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള മണലൂർ വില്ലേജിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ചെറിയ തോതിലെങ്കിലും സമാശ്വാസം എത്തിക്കുക എന്നതാണ്. നമുക്കറിയാം, ഈ ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന സപ്ലൈകോയുടെ സബ്സിഡിയോടുകൂടിയുള്ള ഓണക്കിറ്റിൽ
22 ഇനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഈ ഓണത്തിന് പൊന്നോടെ തിളങ്ങാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ പൊന്നിൻ ചിങ്ങം ഓഫർ. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, കുവൈറ്റി തുടങ്ങിയ പ്രീമിയം സെലക്ടഡ് ആഭരണങ്ങൾ വെറും 7.99% പണിക്കൂലിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് ലിമിറ്റഡ് പീരിയഡ് ഓഫർ. ഈ ഗോൾഡൻ ചാൻസ് മിസ്സാക്കണ്ട. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ, KR കോംപ്ലക്സ്, കൊടകര. Dr. Rishi's Imaging Ultrasound Scan Center and Digital Mammography. Ground floor, Dr. Jyoti's ENT Clinic, എടമുട്ടം. പരിശോധന ഞായറൊഴികെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ. എടമുട്ടത്തിന് ഇനി അഭിമാനിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മാത്രമല്ല, വേദനയില്ലാതെ കഴുത്തിലെ മുഴകളിൽ നിന്നുള്ള ബയോപ്സി പരിശോധന, അതിസാങ്കേതിക മാമോഗ്രാം, ലിവറിലെ കൊഴുപ്പിന്റെ അളവും കട്ടിപ്പും അറിയാനുള്ള ഇലാസ്റ്റോഗ്രാഫി, കാലുകളിലെയും കഴുത്തിലെയും രക്തസംക്രമണം അറിയാനുള്ള ഡോപ്ലർ എന്നീ പരിശോധനകൾ ഏറ്റവും വിദഗ്ധനായ റേഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം. അൾട്രാസൗണ്ട് അബ്ഡോമൻ, നെക്ക്, സോഫ്റ്റ് ടിഷ്യൂസ്, ലിവർ സ്കാൻ, ലിവർ ഫൈബ്രോസിസ് ആൻഡ് ഫാറ്റ് എസ്റ്റിമേഷൻ, കളർ ഡോപ്ലർ, USG ഗൈഡഡ് FNAC, ഡിജിറ്റൽ മാമോഗ്രാഫി. For scan booking 7994085566. മെഗാ ഓണം ഓഫർ. ഈ ഓണം ആഘോഷിക്കൂ AJ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും. 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. റിയൽ പഞ്ചലോഹ ആഭരണങ്ങളുമായി തൃപ്രയാർ AJ ഗോൾഡൻ ഡയമണ്ട്സിന് മുകളിൽ പഞ്ചലോഹ ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 100 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഒറിജിനൽ പഞ്ചലോഹ ആഭരണങ്ങളുടെ വലിയ ശേഖരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8138053021. കേബിൾ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനി ഒരൊറ്റ ആപ്പിൽ. നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ എളുപ്പമാക്കാൻ കേരള വിഷൻ സ്മാർട്ട് ആപ്പ്. പരാതികൾ തൽക്ഷണം രജിസ്റ്റർ ചെയ്യാം, ലൈവായി ട്രാക്ക് ചെയ്യാം. കമ്പനിയുടെ പുതിയ ഓഫറുകളും പാക്കേജുകളും ഉടനടി അറിയാം. ഇ-കൊമേഴ്സ് ഷോപ്പിംഗും ലോക്കൽ സർവീസുകളും വീട്ടിലിരുന്ന് നേടാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ TV എന്നിവയുടെ അന്വേഷണങ്ങൾക്കും പരാതികൾക്കും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടാതെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കേരള വിഷൻ സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സമ്മാനമായി നേടൂ. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര കമ്മിറ്റി പൊഴുതും മാട്ടം നടത്തി. അന്തിക്കാട് കോൾപ്പടവ് പാടശേഖര കമ്മിറ്റി കീഴിലുള്ള പടവുകളിൽ ഈ വർഷത്തെ നെൽകൃഷിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൊഴുതും മാട്ടം നടന്നത്. പാടശേഖര പ്രസിഡന്റ് TJ സെബി, സെക്രട്ടറി B ശരത്, പടവ് കമ്മിറ്റി അംഗങ്ങളായ PJ നന്ദഗോപാൽ, ഷജിൽ തൈവളപ്പിൽ, മനോജ് കൊച്ചത്ത്, PJ ലാൽ സിംഗ്, ശിവശങ്കരൻ, മാനേജർ P ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. P കൃഷ്ണപിള്ളയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് CPM കുണ്ടലിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റുവ MES സെന്ററിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം MA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സാംബശിവൻ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ കർഷക ഗ്രൂപ്പിന്റെ പച്ചക്കറി വിളവെടുപ്പ്, ചെണ്ടുമല്ലി കൃഷിയുടെയും വിളവെടുപ്പും ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ സുധർമ്മൻ ചിരികണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. MK സദാനന്ദൻ, കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR മുരളി, മോഹനൻ കണ്ണമ്പറമ്പിൽ, ലീന രാജൻ, ജിഷ സുരേഷ് എന്നിവർ സംസാരിച്ചു. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള ദിനാചരണം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BA ഷാജുദ്ദീൻ അധ്യക്ഷനായി. KK അനിൽകുമാർ, TN ഉദയകുമാർ, CM നിസാർ, റെജിന രാജു, VD പ്രേംപ്രസാദ്, KC സുധ, PM ഹുസൈൻ,
പി ഭരതൻ, ആർ കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പി കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനാചരണം CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃത്തല്ലൂർ സെന്ററിൽ നടന്ന പതാക ഉയർത്തലും അനുസ്മരണവും മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ, ഗിരീഷ് മാത്തുക്കാട്ടിൽ, MA യൂസഫ് എന്നിവർ സംസാരിച്ചു. CPM മണലൂർ ലോക്കൽ കമ്മിറ്റി പി കൃഷ്ണപിള്ള ദിനം കാഞ്ഞാണീസ് ബസ് സ്റ്റാൻഡിൽ ആചരിച്ചു. PS പ്രസാദ് അധ്യക്ഷനായി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക ഉയർത്തി. CPM മണലൂർ ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ, CPM മണലൂർ ഏരിയ കമ്മിറ്റി മെമ്പർ KB ഡേവിസ്, CPM ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ രാമചന്ദ്രൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ KR അഭിരാജ്, TB മനോഹരൻ, VK വേലായുധൻകുട്ടി, KS വിവേക്, അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ബാബു KK, താജൻ MT, TR ഉദയഭാനു, MB ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ഒരു സ്വപ്നം വിശ്വാസത്തോടെ തുടങ്ങുമ്പോഴാണ് അത് വിജയത്തിന്റെ പുതിയൊരു അധ്യായമാകുന്നത്. ആ വിജയയാത്രയുടെ മറ്റൊരു അഭിമാന നിമിഷത്തിന് ഞാനും എത്തുന്നു. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും ഉണ്ടാവും. ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്ക് ഒഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഓണം അടിപൊളിയാകണമെങ്കിൽ നല്ല സദ്യ വേണം. നല്ല സദ്യ വേണമെങ്കിൽ അത് ശ്രീവത്സൻ കാറ്ററിംഗിൽ നിന്ന് തന്നെ വേണം. എന്നാൽ വേഗമാകട്ടെ. എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലത്തെ ഓണം ശ്രീവത്സം കാറ്ററിംഗിനോടൊപ്പം. എല്ലാവർക്കും ഓണാശംസകൾ. മികച്ച എന്റർടൈൻമെന്റ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? ലാസ്റ്റ് ബോൾ ഫിനിഷിംഗിന്റെ ആവേശകരമായ നിമിഷങ്ങളും പ്രിയപ്പെട്ട പരമ്പരകളുടെ വൈകാരികതയും സൂപ്പർ ഹിറ്റ് സിനിമകളും ഏറ്റവും പുതിയ വാർത്തകളും വീട്ടിൽ ചിരി ഉണർത്തുന്ന കാർട്ടൂണുകളും എല്ലാം അതിൽ ചിലത് മാത്രം. ഇതൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ അവസരമുള്ളപ്പോ എന്തിന് മറ്റൊന്നിൽ സെറ്റിൽ ആവണം? കേരള വിഷൻ എക്കണോമി പാക്കിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട HD ചാനലുകൾ നൽകുന്നു. ഇന്ന് തന്നെ HD പാക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യണം? മാവേലിയറിയാൻ പോണം, മൂടി പുതുച്ചുറങ്ങണം, സ്കൂളിൽ പോകണം. പണ്ടേ നമ്മൾ മലയാളികൾ സ്കൂളിൽ പോയിരുന്നു. നാടിനൊരു ആപത്ത് വന്നാൽ നാട് വിടും, കണ്ടിൽ നിന്ന് നടിക്കും, കട്ടയ്ക്ക് നിന്ന് നേരിടും. നമ്മൾ മലയാളികളുടെ വിഷൻ എന്നും വലുതായിരുന്നു. അതിപ്പോൾ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള നടപടികൾക്ക് തുടക്കമായി. കണ്ടശങ്കടവ് മാർക്കറ്റ് പരിസരത്ത് പേവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ്
ഗ്രാമപഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചത്. അടിയന്തര ഭരണസമിതി യോഗം ചേർന്ന് ജനകീയ സമിതി വിളിച്ചു ചേർത്ത് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി തുടങ്ങിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അറിയിച്ചു. തെരുവ് നായകളെ സംരക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലവും കെട്ടിടവും ഉൾപ്പെടെ ലീസിനെടുക്കുന്നതിനായി 2.5 ലക്ഷം രൂപ വകയിരുത്തി DPC അംഗീകാരത്തിന് സമർപ്പിച്ചതായും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിർവഹണ ഉദ്യോഗസ്ഥനായ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ റാബീസ് വിഷബാധ റിപ്പോർട്ട് ചെയ്ത പരിസരത്ത് അടിയന്തരമായി വാക്സിനേഷൻ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ചാവക്കാട് ABC സെന്ററുമായി ബന്ധപ്പെട്ട പദ്ധതി നടപ്പിലാക്കും. തെരുവ് നായകൾക്ക് ഫീഡിങ്ങിനായി നായപ്രേമികളുമായി സഹകരിച്ച് 21 കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, ജനപ്രതിനിധികളായ BB സജീന്ദ്രൻ, സുധർമ്മൻ ചിരികണ്ടത്ത്, KV ഡേവിസ്, ഷീബ സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 2026-27 പദ്ധതി പ്രകാരം വെച്ചിട്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും ഡോക്ടറെ വിളിച്ച് അത് സജ്ജമാക്കുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ABC പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചാവക്കാടുള്ള ABC സെൻറ്ററിലേക്ക് നിർദ്ദേശം അനുസരിച്ച് അവരുടെ പരിധിക്കനുസരിച്ച് സമയപരിധി ഉൾപ്പെടുത്തിക്കൊണ്ട് ABC പദ്ധതിയിലൂടെയും നമ്മൾ തെരുവ് നായ വന്ധീകരണത്തിന് വേണ്ടി പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടിയാണ്. പിന്നെ തന്നെയും അതുമാത്രമല്ല, നമ്മൾ ഷെൽട്ടർ സംവിധാനം എന്നുള്ള രീതിയിലേക്ക് പോലും പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ഒരു ഏക പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ മള്ളൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ പ്രതിപക്ഷം പോയിരിക്കുന്നത് എന്നാണ് അറിയിക്കാനായിട്ടാണ് ഈ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അണ്ടിപ്പുര ഉന്നതിയിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്തമായി നടത്തിയ ക്യാമ്പിൽ മഴക്കാല പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ നാട്ടുകാർക്ക് ബോധവൽക്കരണം നൽകുകയും സൗജന്യ ആരോഗ്യ പരിശോധനയും പ്രതിരോധ മരുന്നുകളും നൽകി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ VK ആരോഗ്യ പരിശോധന നടത്തി. ക്യാമ്പിൽ പനി, ഡെങ്കി, എലിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയുടെ ലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളും സംബന്ധിച്ച് ക്ലാസ് എടുത്തു. ഫാർമസിസ്റ്റ് AN അയന, ഹെൽത്ത് വർക്കർ PB സുനേഷ, അറ്റൻഡർ മല്ലിക NB, PTS ഡിക്സൺ KG, യോഗ ഇൻസ്ട്രക്ടർ ലൈജു AS, CDS മെമ്പർ ജിജി സുരേഷ്, അംഗൻവാടി അധ്യാപിക കാഞ്ചന, താജുദ്ദീൻ കല്ലറയ്ക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് കയ്പമംഗലം കാക്കാത്തിരുത്തി ബദർപള്ളിക്ക് പടിഞ്ഞാറ് കറുപ്പം വീട്ടിൽ അബ്ദുൽ നാസർ. വീട്ടുമുറ്റത്തും മട്ടുപാവിലുമായി വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന നാസറിന്റെ കൃഷിത്തോട്ടത്തിലെത്തിയാൽ ഇപ്പോൾ കാണാനാകുന്നത് നിറയെ മുന്തിരിക്കുലകളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലമുണ്ടായില്ല. ഇതിനിടെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് ഏകദേശം 5 മാസം മുമ്പ് പുതിയ തളിരുകൾ പൊട്ടിവന്നത്. പിന്നീട് അതിവേഗം വളർന്ന വള്ളി മട്ടുപ്പാവിലേക്ക് പടർന്ന പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. ഓരോ കുലയിലും 1000-ലധികം മുന്തിരികളാണുള്ളത്. നിലവിൽ കായകൾ വളർച്ചയുടെ ഘട്ടത്തിലാണെന്നും ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്നും നാസർ പറയുന്നു. വീടിൻ്റെ ടെറസിൻ്റെ മേലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പന്തലിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടും കായ്ച്ചേരുന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാണ്ടായപ്പോൾ ഞാൻ ഡ്രൂൺ ചെയ്ത് ഫുള്ള് ഇലകളും കഴിഞ്ഞ് മെയിൻ തണ്ടുമെന്ന് വരുന്ന ശിഖരങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്തപ്പോഴും പിന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് പിന്നെ അതുപോലെ പഴയതുപോലെ തന്നെ പന്തലിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴും കായ്ക്കുന്നു, അപ്പോഴും കായ്ച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇലകൾ ഇങ്ങനെ പഴുത്ത് കൊഴിയാൻ തുടങ്ങി. ലാസ്റ്റ് തണ്ടുകൾ മാത്രമായി. തണ്ടുകളും കുറേ കഴിഞ്ഞപ്പോൾ ഉണങ്ങി. ലാസ്റ്റ് എന്താ പറയുക, മണ്ണ് വരെ താഴ്ഭാഗം കട വരെ മൊത്തമായിട്ടാണ് ഉണങ്ങിപ്പോയി. അപ്പം മാനസികമായിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് 5000 രൂപയിൽ എനിക്ക് ഇതുപോലെ തന്നെ 2 തൈയും ഒരേപോലെ തന്നെ അപ്പുറത്ത് വെച്ച തൈയും അനിയം വെച്ചിട്ടുണ്ട് ഒരു അപ്പുറത്തും. അതും സെയിം തന്നെയാണ്, ഒരേപോലെ 2 നശിച്ചു പോയി. ഇതിന് മുൻപ് ഒരു തൈ വെച്ച സ്ഥലത്ത് നിന്ന് ഒരു പുതിയൊരു തൈ മുളച്ച് വന്ന് അതുമെന്ന് ഈ കാണുന്നത് ഫസ്റ്റ് ഒരു 6 അടി ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലവറിങ് ഉണ്ടായി. അങ്ങനെ ഒരു 12 ഫ്ലവറിങ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലീഫ് വരുന്നത് തന്നെ. പിന്നെ അവിടെ നിന്ന് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-50ഓളം മുന്തിരിക്കൊലകൾ ഉദ്ദേശിപ്പുണ്ട് ഇവിടെ. പിന്നെ ഫ്ലവറിങ്ങും ഉണ്ട്. അങ്ങനെ പല സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒരു 100-100ഓളം വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്.
കൃഷിയോടുള്ള താല്പര്യമാണ് നാസറിനെ വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടുന്ന നാസറിന്റെ കൃഷിരീതി നാട്ടുകാരിലും കൗതുകമുണർത്തുന്നുണ്ട്. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൽ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും നടത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാവുകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ അനുമോദനവുമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറെ അനുമോദിച്ചു. സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രിയപ്പെട്ടതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഉതകും വിധം തയ്യാറാക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ഓർക്കുന്ന ദിനാചരണവും നടത്തി. പുത്തൻപേടിക വാളമുക്ക് സെന്ററിൽ നടന്ന ഫോട്ടോഗ്രാഫി അനുമോദന ചടങ്ങ് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ്രു തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, രക്ഷാധികാരി എം.ബി. സജീവൻ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അരുൺ ദർശനയെയാണ് ഇന്ന് കൾച്ചർ വരി അനുമോദിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓർമ്മകളെ ഒരു ഫ്രെയിമിലാക്കി നമുക്ക് ഓർമ്മിക്കാനായിട്ട്, ആ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒരുക്കുന്നത് ഫോട്ടോഗ്രാഫർമാരാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് 15-ാം വാർഡ് മെമ്പർ റഹ്മത്ത് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ മെമ്പറായതിനു ശേഷമാണ് ഇങ്ങനത്തെ പല പരിപാടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെ സന്തോഷം, ഇങ്ങനൊരു പരിപാടിയിൽ അതിഥിയായി ക്ഷണിച്ചതിലേറെ സന്തോഷം. ഒപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വാർഡ് മെമ്പർ ശാന്ത സോളമൻ മുഖ്യാതിഥിയായിരുന്നു. A.V. ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, സിന്ധു M, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. സോമൻ ഊരകത്ത്, ഉണ്ണികൃഷ്ണൻ കോമത്തുകാട്ടിൽ, ഭാസ്കരൻ കലാനി, രാമചന്ദ്രൻ കോന്നേടത്ത് എന്നിവരാണ് ഓഗസ്റ്റ് മാസത്തിലെ നറുക്കെടുപ്പിലെ വിജയികൾ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. വിളിക്കണ സമയത്ത് ഏത് സമയത്തും വരും. എന്ത് ചീത്ത പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് അവര് നമ്മളോട് ഭയങ്കര സ്നേഹത്തില്, നമ്മുടെ മക്കളെ പോലെ, നമ്മുടെ മക്കളേക്ക് സ്നേഹത്തിലാണ്. അന്തിക്കാട് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി രതീഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രിയങ്ക, സെക്രട്ടറി ബിൻഷ, വൈസ് പ്രസിഡന്റ് സന്ധ്യ, ജോയിന്റ് സെക്രട്ടറി സുഷമ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങടിയൂർ യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ M.B. മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TC റീത്ത അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത KS അജിതകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. KB ശൈലജ, VK സുരേഷ് ബാബു, ജയാനന്ദൻ, ANP സുരേഷ് കുമാർ, മോഹനൻ മംഗലത്ത്, TK ഹരിദാസ്, യൂണിറ്റ് സെക്രട്ടറി KS അജിതകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഈ വർഷം അതൊന്നുകൂടി വ്യാപിച്ച് വടനപ്പള്ളി യൂണിറ്റും ഓണാഘോഷം സംഘടിപ്പിച്ചു. വരും വർഷങ്ങളിൽ എല്ലാ യൂണിറ്റുകളിലും അത് പ്രാർത്ഥിക്കുക. ഓണം നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല കാലഘട്ടത്തിൽ ഗതകാല സ്മരണകൾ അയവറക്കുക എന്നുള്ളത് കള്ളവും ചതിയുമില്ലാത്തൊരു കാലഘട്ടം. എല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്നൊരു കാലഘട്ടം. ഇപ്പൊ നമുക്കത് സങ്കല്പം എന്നത് വെറും ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബ സംഗമവും ഓണാഘോഷവും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഓണത്തിന് ഏത് തിരക്കിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം, നിങ്ങളുടെ അച്ഛനും അമ്മേനെയൊക്കെ കാണണം. കാരണം അവരില്ലാതായി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല, കുറേ അധികം ആളുകൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാഘോഷം നേരുന്നു. ഇവിടെ ക്യാൻസർ പേഷ്യൻസും അതുപോലെ തന്നെ വിവിധ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുമുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം ഒരു ധൈര്യത്തിൻ്റെ യാത്രയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്താൽ കഴിയുന്ന എല്ലാ ഊർജവും എടുത്ത് നിങ്ങളതിനെ പ്രതിരോധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അധികം വേണ്ടത് എനിക്ക് തോന്നുന്നു മരുന്നുകളെക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസമാണ്, ഒരു സന്തോഷമാണ്. ആ സന്തോഷം ഇന്ന് ഇവിടെ ഇത്രയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇരിക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരാൽ കഴിയുന്നത് അവർ തരാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അതൊരു മാതൃകയാക്കി ഇതിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഒരുപക്ഷെ ഏകാഗ്രതയായിരിക്കും. അപ്പം ഞാൻ സ്കൂൾ കുട്ടികളുടെ ഇപ്പോഴും പറയാറുണ്ട്, കോളേജ് കുട്ടികളുടെ ഇപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ ഇവരുടെ വീടുകളിലേക്കൊന്ന് പോകണം. യഥാർത്ഥ ജീവിതം എന്താണെന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്പുറം ഒരു ജീവിതം ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ യുവതലമുറയോട് ഞാൻ അപേക്ഷിക്കാറുണ്ട്. അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് അവർക്ക് സന്തോഷം പകരുന്ന ഒരു വാചകമാണെങ്കിൽ കൂടി അത് നൽകാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി അധ്യക്ഷത വഹിച്ചു. തീരദേശത്തെ സാന്ത്വന ചികിത്സയ്ക്ക് തുടക്കം കുറിച്ച ഡോക്ടർ NA മാഹിനെയും നേത്രദാന രംഗത്ത് വമ്പിച്ച മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ നേത്രദാന കൺവീനർ PF ജോയിയെയും ആദരിച്ചു. അസുഖബാധിതർക്ക് ഓണപ്പുടവ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോല മഹേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P വിനു, ഷീബ അജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI സജിത, വലപ്പാട് സാമൂഹിക കേന്ദ്രം സൂപ്രണ്ടുമാരായ ഡോക്ടർ സുജ KT, PR രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാമില സലീം, MS ഭാസ്കരൻ, അംഗങ്ങളായ ഇർഷാദ് ചേറ്റുവ, അജ്മൽ ഷരീഫ്, ഹസീന താജു, TP സോമൻ, രാജേഷ ശിവജി, KB സുധ, താര ബാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, TP ഹനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാറിന് വഴി നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പിടിച്ചുമാറ്റാനെത്തിയ ആളെ മർദ്ദിച്ചവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പേവിഷബാധയ്ക്കെതിരെ നടപടികൾ ആരംഭിച്ചു. തീരമണ്ണിൽ വിജയഗാഥ. കംബോഡിയൻ മുന്തിരി വിളയിച്ച് കയ്പമംഗലം സ്വദേശി നാസർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.